അപ്പോൾ ചാപ്റ്റർ 6 ഫ്രണ്ട്സ് ഇൻ ഷെൽഫ് എന്ന് വെച്ചാൽ ഷെൽഫിലെ കൂട്ടുകാർ. ഷെൽഫിലെ കൂട്ടുകാർ ആരാ? നമുക്കറിയാം ബുക്സ് ആണ്. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലോട്ട് പോവാം. അപ്പോൾ ഇവിടെ എന്താ എഴുതിയിരിക്കുന്നത്? ബർത്ത്ഡേ ഗിഫ്റ്റ് എന്ന് വെച്ചാൽ പിറന്നാൾ സമ്മാനം. അപ്പോൾ ഇവിടെ ഒരു കുട്ടി ഇപ്പോൾ ഉണ്ട്. ആ കുട്ടിയുടെ അവിടെ കുറച്ച് ബുക്സ് ഒക്കെ ഇരിക്കണം. നമുക്ക് എന്താണെന്ന് നോക്കാം. All gave me books with nice pictures too. Wow, beautiful pictures. അപ്പോൾ ഈ കുട്ടി എന്താ പറയുന്നത്? ഇവക്ക് ഗിഫ്റ്റ്സ് ആയിരിക്കും കിട്ടിയത്, ബുക്സ്. അപ്പോൾ എന്താ എഴുതിയിരിക്കുന്നത്? ഇതിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ എല്ലാവരും നല്ല ഭംഗിയുള്ള ചിത്രങ്ങളുള്ള ബുക്കുകൾ തന്നു. അത് നല്ല ഭംഗിയുള്ള ചിത്രങ്ങൾ എന്ന് പറയുക. പിന്നെന്താ പറയുന്നത്? ഐ വിൽ ഗീവ് ദം ടു ദി സ്കൂൾ ലൈബ്രറി. ഞാനിത് സ്കൂൾ ലൈബ്രറിയിലേക്ക് കൊടുക്കുമെന്ന് പറയുക. അപ്പൊ ഇവിടെ എന്താ എഴുതിയിരിക്കുന്നത്? 2 bundles of 10 books എന്ന് വെച്ചാൽ 10 ബുക്കുകൾ വീതമുള്ള 2 കെട്ട്. അപ്പൊ ഇത് രണ്ടും ആയിരിക്കും ആ കെട്ട്. അപ്പം ഇതും 10 ബുക്സ് ഉണ്ടാവും, ഇതും 10 ബുക്സ് ഉണ്ട്. അപ്പൊ ഇവിടെ എന്തോ എഴുതിയിട്ടുണ്ട്? ഹൗ മെനി ബുക്സ് ഓൺ ദി ടേബിൾ. അപ്പൊ ഇതൊരു 10 ബുക്സും ഇതും 10 ബുക്സും അല്ല. അപ്പം 10 + 10. അപ്പൊ എത്രയാ? 20. She wants to make 4 equal bundles. അവൾക്ക് ബുക്സ് എല്ലാം 4 തുല്യമായ കെട്ടുകളാക്കണം. ഹൗ മെനി ബുക്സ് ഇൻ 1 bundle. അപ്പം ഒരു കെട്ടിൽ എത്ര ബുക്സ് ഉണ്ടായിരിക്കും എന്നാ ചോദിച്ചിരിക്കുന്നത്. എന്നിട്ട് ഇവർ പറയുന്നുണ്ട് ഹാഫ് ഓഫ് 20 is 10. അപ്പം 20യുടെ പകുതി 10 ആണെന്ന് ഈ കുട്ടി പറയാം. അപ്പൊ ഇവളെന്താ പറയുന്നത്? ഹാഫ് ഓഫ് 10 is 5. സോ ജസ്റ്റ് ടേക്ക് ഹാഫ് ഓഫ് ഈച്ച് ബണ്ടിൽ. അപ്പം 10ന്റെ പകുതി. ഇപ്പൊ ഇവള് പറയുന്നത് 20യുടെ പകുതി 10 പറയുന്നു, ഇവള് പറയുന്നത് 10ന്റെ പകുതി 5. അപ്പൊ നമ്മൾ ഈ 2 കെട്ടിന്നും അതിന്റെ ഹാഫ് എടുത്താൽ നമുക്ക് 4 കെട്ടാക്കാന്ന് പറയുക. അപ്പൊ ഹാഫ് ഓഫ് 10 എടുക്കുമ്പോഴത്തേക്ക് എന്താ? 5. അപ്പം അതെടുത്ത് 4 കെട്ടാക്കാന്ന് പറയുക. പിന്നെ ഇവിടെ എന്താ? ബുക്സ് ഓൺ ദി ഷെൽഫ്. അപ്പൊ ഇവിടെ എന്താ പറയുന്നേ? ഹൗ മെനി ബുക്സ് ഇൻ ദി ഫസ്റ്റ് 2 rows. അപ്പൊ ഇതിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ ആദ്യത്തെ 2 വരികളിൽ എത്ര ബുക്സ് ഉണ്ടെന്ന് പറയുക. 10 and 10 20 ബുക്സ്. അപ്പം എല്ലാ വരിയിലും 10 ബുക്സ് ആണല്ലോ. അപ്പം ആദ്യത്തെ വരിയിൽ 10 ബുക്കുണ്ട്, കണ്ടില്ലേ? അപ്പം രണ്ടാമത്തെ വരിയിലും 10 ബുക്ക് ആവും. അപ്പം 2 വരിയിലും കൂടെ ആകുമ്പോൾ 10 and 10 20 ബുക്സ് ആവും. പിന്നെന്താ? 10 ബുക്സ് ഇൻ ദ തേർഡ് റോ. 3ാമത്തെ റോയിൽ 10 ബുക്സ് ഉണ്ടെന്നാ പറയുന്നത്. അപ്പോൾ എത്രയാവും ടോട്ടൽ? അപ്പോൾ 20 and 10 30. ഈ 20 ഇത് രണ്ടും കൂടെ ചേർന്ന് 20. 20യുടെ കൂടെ പിന്നെ ഒരു 10 കൂടെ വരുമ്പോൾ 20 and 10 30 ബുക്സ്. അപ്പൊ ഇവിടെ എന്താ എഴുതിയിരിക്കുന്നത്? അപ്പൊ ഇതില് ഫസ്റ്റ് റോയിലും സെക്കൻഡ് റോയിലും ഉള്ളതാണ് കൂട്ടി. ദെൻ ടോട്ടൽ ബുക്സ് ഇൻ ദി ഫസ്റ്റ് 2 rows എന്ന് പറയുമ്പോൾ 10 + 10 20. പിന്നെ ഇവിടെ എന്താ എഴുതിയിരിക്കുന്നത്? ഐ വിൽ കീപ് മൈ 20 ബുക്സ് ആൾസോ ഹിയർ. എന്റെ 20 ബുക്ക് കൂടി ഞാൻ ഇവിടെ തന്നെ വെക്കൂന്ന് പറയുക. അപ്പൊ ഈ കുട്ടി എന്താ പറയുന്നത്? 10 ബുക്സ് ഇൻ ഈച്ച് റോ. ഓരോ റോയിലും 10 ബുക്ക് വീതമാണെന്നും പറഞ്ഞുണ്ട്. അപ്പോഴത്തേക്ക് പിന്നെ എന്താ എഴുതിയിരിക്കുന്നത്? വിത്ത് ബുക്സ് ഇൻ ദ 4th റോ. അപ്പൊ 4th റോയിലും 10 ബുക്ക് വെക്കുമ്പോ എത്രയാവും? 10 ബുക്സ് വെക്കണമെന്ന് ഈ കുട്ടി പറഞ്ഞു. അപ്പം 30 ഓൾറെഡി ഉണ്ട്, അതിന്റെ കൂടെ 10 കൂടി വരും. അപ്പം 30 and 10 40 ബുക്സ് ആൻഡ് 10 ബുക്സ് ഇൻ ദ 5th റോ. അപ്പൊ ഇവിടെ 20 അല്ല, അപ്പൊ ഇനി 10 ബാലൻസ് ഉണ്ട്. അതുകൂടി 5th റോയിൽ വെക്കുമ്പോഴത്തേക്കും ഹൗ മെനി ബുക്സ് നാവും? അപ്പൊ ഓൾറെഡി 40 ഉണ്ട്, പിന്നെ 10 കൂടെ ആകുമ്പോൾ 40 + 10. അപ്പൊ എത്രയാ? 50 ബുക്സ്. അപ്പം ഇവിടെ ടോട്ടൽ നമ്പർ ഓഫ് ബുക്സ് ഇൻ ദി ഷെൽഫ് എങ്ങനെ കാണും? ഓരോ ഷെൽഫിലും എത്രയാ? 10 10 10 10 10. അപ്പോൾ 5 10 ഉണ്ട്. അപ്പൊ 10 + 10 + 10 + 10 + 10. അപ്പൊ എത്രയാ? 50. പിന്നെ ഈ പേജ് നോക്കാം. ഈ പേജിൽ എന്താ? ബുക്സ് ടു ദി ക്ലാസ്സസ് എന്ന് പറഞ്ഞ എന്താ? ക്ലാസ്സിലേക്ക് ബുക്ക് കൊടുക്കുക. അപ്പോഴത്തേക്ക് നമുക്ക് നോക്കാം. ക്ലാസ് ലീഡേഴ്സ് ടുക്ക് ബുക്സ് ഫോർ ദെയർ ക്ലാസ്സസ്. ക്ലാസ് ലീഡേഴ്സ് അവരുടെ ക്ലാസ്സുകൾക്ക് വേണ്ടി ബുക്സ് എടുത്തു. ഈച്ച് ബണ്ടിൽ ഹാസ് 10 ബുക്സ്. ഓരോ കെട്ടിലും 10 ബുക്കുകളുണ്ട്. സി ഹൗ മെനി ഫോർ ഈച്ച് ക്ലാസ്. ഓരോ ക്ലാസ്സുകൾക്കും എത്രയാണെന്ന് നോക്കാൻ പറഞ്ഞിരിക്കും. നമുക്ക് നോക്കാം. ക്ലാസ് 1. അപ്പൊ ക്ലാസ് 1ന്റെ നോക്കാം. ഇവിടെ ക്ലാസ് 1 എത്ര എഴുതിയിരിക്കുന്നേ നോക്കാം. 10 + 10 + 10. അപ്പൊ 30. അപ്പൊ അപ്പോഴത്തേക്കും 3 കെട്ടെടുത്തിട്ടുണ്ട്. 30. അപ്പൊ ഇത് നമുക്ക് ഈ 10ഉം 10ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര? 20. അപ്പൊ 20യുടെ കൂടെ പിന്നെ 10 വരുമ്പോൾ 30. അപ്പൊ ആ രീതിയിൽ എഴുതിയിരിക്കുക. 20 + 10 30. പിന്നെ ഇവിടെ സെക്കൻഡ് ക്ലാസ്സിൽ എത്ര ബുക്സ് ഉള്ളത്? 4 കെട്ടുണ്ട് 10ന്റെ. അപ്പൊ 40. 10 + 10 + 10 + 10 40. അപ്പൊ ഈ 10ഉം 10ഉം ആഡ് ചെയ്യുമ്പോൾ എത്ര? 20. 20 + 10 + 10
അപ്പോൾ എത്രയും 40. ഇനി ഈ 20യുടെ കൂടെ പിന്നെ ഈ 10 + 10 എത്രയാ 20. അപ്പോൾ 20 പ്ലസ് ഈ 10 + 10 20. അപ്പോൾ 40. പിന്നെ ഇവിടെ ഈ ക്ലാസ്സിലോ ക്ലാസ് 3ൽ 10 + 10 + 10 + 10 + 10. അപ്പോൾ 5 10 ഉണ്ട്. അപ്പോൾ എത്രയാണ് 50. അപ്പോൾ ഈ 10 + 10 ആഡ് ചെയ്യുമ്പോൾ 20. പിന്നെ ഈ 10 + 10 ആഡ് ചെയ്യുമ്പോൾ 20 + 10 ആഡ് ചെയ്യുമ്പോൾ 50. പിന്നെ ഈ 20 ആഡ് ചെയ്യുമ്പോൾ 40. പിന്നെ +10. അപ്പോൾ എത്രയാ 50. പിന്നെ ഇതിലെന്തുവാ ക്ലാസ് 4 വരുമ്പോൾ എത്ര 10 + 10 + 10 + 10 + 10 + 10 + 10 + 10 എത്രയാ 80. പിന്നെ അപ്പം എത്രയാ നമ്മുടെ ഈ 5 10 വരുമ്പോൾ എത്രയാ 50. 50യുടെ കൂടെ 10 + 10 + 10 വരുമ്പോഴത്തേക്ക് എത്രയാ 60 70 80. അപ്പോൾ അത് വരും. പിന്നെ ഈ 50യുടെ കൂടെ ഈ 10 കൂടെ ആഡ് ചെയ്യുമ്പോൾ 60. പിന്നെ ഈ 10 + 10 അപ്പോൾ എത്രയും 80. പിന്നെ ഈ 60യുടെ കൂടെ പിന്നെയും 10 ആഡ് ചെയ്യുമ്പോൾ 70. 70 + 10 എത്രയാ 80. ഇനി ക്ലാസ് 5 വരുമ്പോഴത്തേക്കും 10 + 10 + 10 + 10 + 10 + 10 + 10 + 10 + 10. അപ്പോൾ എത്ര 9 10 ഉണ്ട്. അപ്പം 90. അപ്പം ഫസ്റ്റ് 5 ആഡ് ചെയ്യുമ്പോഴത്തേക്ക് 5 10 വരുമ്പോൾ 50. പിന്നെ ഈ 10 + 10 + 10 ആഡ് ചെയ്യണം. അപ്പോഴും 90. പിന്നെ ഈ 50യുടെ കൂടെ ഈ 10 ആഡ് ചെയ്യുമ്പോൾ 60. പിന്നെ 10 + 10 + 10 90. പിന്നെ 60യുടെ കൂടെ 10 ആഡ് ചെയ്യുമ്പോൾ 70 + 10 + 10 90. പിന്നെ 70യുടെ കൂടെ ഈ 10 ആഡ് ചെയ്യുമ്പോൾ 80 + 10 90.